ഒറ്റക്കൊമ്പൻ സിനിമയിലെ ലാലേട്ടന്റെ കാമിയോ, ദിലീപ് ചിത്രം പറക്കും പപ്പൻ അപ്ഡേറ്റ്, ആട് 3 പാട്രിയേറ്റ്, കറുപ്പ് സിനിമകളുടെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഗഗനാചാരി എന്ന സിനിമയ്ക്ക് ശേഷം അരുൺ ചന്ദ് സംവിധാനം ചെയ്തു വരുന്ന മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ സോംബി സിനിമയാണ് വല. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഹൈടെക് വിഷ്വൽ എഫക്റ്റുകൾക്കും CGIക്കും ഒക്കെ വളരെ പ്രാധാന്യമുള്ള സിനിമയായതിനാൽ വലയ്ക്ക് നീണ്ടൊരു പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈം ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ട് ജഗതി ശ്രീകുമാർ വീണ്ടും വെള്ളിത്തിരയിലേക്ക് എത്തുന്ന വലയിൽ വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ്, ഗോകുൽ സുരേഷ്, ബേസിൽ ജോസഫ് തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിലെത്തുക. വരുന്ന ജൂൺ മാസം 13-ാം തീയതി ചിത്രം റിലീസിനെത്തുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. കാർത്തി, കൃതി ഷെട്ടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നടൻ കുമാരസ്വാമി സംവിധാനം ചെയ്ത് കഴിഞ്ഞ പൊങ്കൽ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് വാ വാത്തിയാർ. 40 കോടി രൂപ ബഡ്ജറ്റിൽ വലിയ പ്രതീക്ഷകളോടെ എത്തിയ ഈ ചിത്രത്തിന് വെറും 12 കോടി രൂപ മാത്രമാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കാൻ സാധിച്ചത്. എന്തായാലും വാ വാത്തിയാർ OTT റിലീസിലേക്ക് കടക്കുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. വരുന്ന ഫെബ്രുവരി 12-ാം തീയതി മുതൽ ആമസോൺ പ്രൈമിലൂടെ വാ വാത്തിയാർ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അല്ലു അർജുനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് AA 23. ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ്, ഷൂട്ടിംഗ് അപ്ഡേറ്റ് മുതലായവ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം 500 കോടി രൂപ ബഡ്ജറ്റാണ് ഈ സിനിമയ്ക്കായി കണക്കാക്കുന്നത്. അതിൽ 75 കോടി രൂപ ലോകേഷ് കനകരാജിന്റെ പ്രതിഫലം. എന്നാൽ അല്ലു അർജുന് സിനിമയുടെ പ്രോഫിറ്റ് ഷെയർ ആവും പ്രതിഫലമായി നൽകുക. നിലവിൽ ഹൈദരാബാദിൽ വെച്ച് പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന AA 23യുടെ ഷൂട്ടിംഗ് വർക്കുകൾ വരുന്ന ജൂലൈ മാസം മുതൽ ആരംഭിക്കും. എന്നാൽ അല്ലു അർജുൻ ഓഗസ്റ്റ് മാസത്തിലാവും ഈ സിനിമയുടെ ചിത്രീകരണത്തിൽ പങ്കെടുക്കുക. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് പാതി വഴിയിൽ ചിത്രീകരണം മുടങ്ങിപ്പോയ സിനിമയാണ് റാം. ലാലേട്ടനൊപ്പം ഇന്ദ്രജിത്ത് സുകുമാരൻ, തൃഷ, ചന്തുനാഥ്, ശ്രീകാന്ത് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന റാം ഒരു സ്പൈ ത്രില്ലർ ആക്ഷൻ സിനിമയായിരുന്നു. ഏകദേശം 140 കോടി രൂപ ബഡ്ജറ്റിൽ 2 ഭാഗങ്ങളായി വരാനിരുന്ന സിനിമയുടെ ആദ്യ ഭാഗം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പ്രൊഡക്ഷനിൽ വന്ന ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ സിനിമയുടെ തുടർന്നുള്ള ചിത്രീകരണം മുടങ്ങുകയായിരുന്നു. ഇന്നിപ്പോൾ ദൃശ്യം 3 എന്ന സിനിമയുടെ റിലീസിന് ശേഷം റാം സിനിമയുടെ തുടർന്നുള്ള ചിത്രീകരണം ആരംഭിക്കാൻ പോവുകയാണെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. നിവിൻ പോളിയെ നായകനാക്കി B ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസിനൊരുങ്ങുന്നു. നിലവിൽ ഈ ഒരു ട്രെയിലർ സെൻസറിങ്ങിന് അയച്ചെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയായി വരാനിരിക്കുന്ന ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കുന്നത് കണ്ണൂർ സ്ക്വാഡ്, ഭീഷ്മപർവം എന്നീ സിനിമകൾക്ക് തിരക്കഥ ഒരുക്കിയ ദേവദത്ത് ഷാജിയാണ്. മ്യൂസിക് ജസ്റ്റിൻ വർഗീസ്, ക്യാമറ ചന്തു സെൽവരാജ്, പ്രൊഡക്ഷൻ ഗോകുലം മൂവീസും. ഷാരൂഖ് ഖാനെ നായകനാക്കി സിദ്ധാർത്ഥാനന്ദ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ കിങ്. ഷാരൂഖ് ഖാനൊപ്പം അനിൽ കപൂർ, ദീപിക പദുകോൺ, റാണി മുഖർജി, അഭിഷേക് ബച്ചൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കിങ് എന്ന സിനിമ 1994-ൽ ഹോളിവുഡിൽ നിന്ന് പുറത്തു വന്ന ലിയോൺ ദ പ്രൊഫഷണൽ എന്ന സിനിമയുടെ ഒഫീഷ്യൽ റീമേക്ക് ആയിരിക്കുമെന്ന തരത്തിൽ ഒരു ന്യൂസ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ചിത്രത്തിന് വലിയൊരു തുക നൽകി സിനിമയുടെ ഒഫീഷ്യൽ റീമേക്ക് അവകാശം കിങ് മൂവി സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ മറ്റൊരു രസകരമായ കാര്യം എന്തെന്നാൽ നമ്മുടെ മലയാളത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി നിതീഷ് സഹദേവ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയും ലിയോൺ ദ പ്രൊഫഷണൽ എന്ന സിനിമയിൽ നിന്നും ഇൻസ്പയർ ചെയ്താണ് ഒരുക്കുന്നതെന്നും പറയപ്പെടുന്നു. SS രാജമൗലിയുടെ സംവിധാനത്തിൽ മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്ര, പൃഥ്വിരാജ് സുകുമാരൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒരു തെലുങ്കു പാനിന്യം ബ്രഹ്മാണ്ഡ സിനിമയാണ് വാരണാസി. നിലവിൽ ചിത്രീകരണം നടന്നു വരുന്ന വാരണാസിയുടെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് അപ്ഡേറ്റ് എന്തെന്നാൽ ഇന്നിപ്പോൾ ഹൈദരാബാദിലെ ഗാണ്ടിപ്പെട്ടി എന്ന സ്ഥലത്ത് വെച്ച് മഹേഷ് ബാബുവും 2000-ഓളം വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളും പങ്കെടുക്കുന്ന ഒരു ഔട്ട്ഡോർ ആക്ഷൻ സീക്വൻസ് ആണ് ചിത്രത്തിന്റേതായി നടന്നു വരുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മാവീരൻ, ടർബോ പോലുള്ള സിനിമകൾക്ക് സ്റ്റണ്ട് ഒരുക്കിയിട്ടുള്ള ഫീനിക്സ് പ്രഭു ആണ് വാരണാസി സിനിമയ്ക്കും സ്റ്റണ്ട് ഒരുക്കുന്നത്. ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് അതിരടി. ഒരു കോമഡി ആക്ഷൻ എന്റർടൈൻമെന്റ് സിനിമയായി തയ്യാറാവുന്ന അതിരടിയുടെ ചിത്രീകരണത്തിന് ഇന്ന് എറണാകുളത്തെ ഫിസാറ്റ് കോളേജിൽ വെച്ച് പായിക്കപ്പായിട്ടുണ്ട്. ഇനി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തീകരിച്ച ശേഷം വരുന്ന മെയ് മാസം 14-ാം തീയതി അതിരടി തിയേറ്ററുകളിലേക്ക് എത്തും. ധനുഷ്, ശ്രുതിഹാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി 2012-ൽ പുറത്തുവന്ന ഒരു റൊമാന്റിക് സിനിമയാണ് 3. ചിത്രം റിലീസിന് എത്തിയ സമയം തിയേറ്ററുകളിൽ ഒരു പരാജയമായിരുന്നെങ്കിൽ കൂടി പിന്നീട് അതിലെ പാട്ടുകൾ തരംഗമാവുകയും യുവാക്കൾക്കിടയിൽ ഒരു കൾട്ട് ക്ലാസിക് റൊമാന്റിക് സിനിമയെന്ന അഭിപ്രായവും 3 എന്ന ഈ ചിത്രം നേടിയെടുത്തിരുന്നു. ഇപ്പോൾ ഇതാ 15 വർഷങ്ങൾക്കിപ്പുറം 3 റീ റിലീസിനൊരുങ്ങുന്നു. ചിത്രത്തിന്റെ ഒരു റീ റിലീസ് ട്രെയിലറും മൂവി ടീം പുറത്തുവിട്ടിട്ടുണ്ട്. വരുന്ന ഫെബ്രുവരി 6-ാം തീയതി വാലന്റൈൻസ് ഡേ സ്പെഷ്യലായി 3 റീ റിലീസിനെത്തും. ഗണപതി, സാഗർ സൂര്യ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നദികളിൽ സുന്ദരി യമുന എന്ന സിനിമയ്ക്ക് ശേഷം വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് പ്രകമ്പനം. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു കോളേജിന്റെ പഴയ ഹോസ്റ്റലും അവിടെ നടക്കുന്ന നിഗൂഢമായ കാര്യങ്ങളും ഹൊറർ കോമഡി പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന സിനിമയാണ് പ്രകമ്പനം എന്ന് വ്യക്തമാക്കുന്ന ട്രെയിലർ കട്ടാണ് മൂവി ടീം പുറത്തുവിട്ടിട്ടുള്ളത്. ട്രെയിലറിലെ പ്രധാന ആകർഷണം ഗണപതിയുടെയും സാഗർ സൂര്യയുടെയും പ്രകടനം തന്നെ. ഒപ്പം തന്നെ രാജേഷ് മാധവൻ, അസീസ് നെടുമങ്ങാട്, VP കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട്. വരുന്ന ജനുവരി 30-ാം തീയതി പ്രകമ്പനം തിയേറ്ററുകളിലേക്ക് എത്തും.
ജോജു ജോർജ്, ലിജോ മോൾ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മനു ആന്റണി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് അജസുന്ദരി. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റർ കണ്ടിട്ട് ഒരു കണ്ടന്റ് ഓറിയന്റഡ് സിനിമയായിട്ടാവും അജസുന്ദരി ഒരുങ്ങിയിട്ടുള്ളതെന്ന് തോന്നുന്നു. സംവിധായകൻ ആഷിഖ് അബു ആണ് ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. സുരേഷ് ഗോപിയെ നായകനാക്കി മാത്യു തോമസ് സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഒറ്റക്കൊമ്പൻ. കടുവാക്കുന്നിൽ കുറുവച്ചൻ എന്ന മാസ് കഥാപാത്രമായി സുരേഷ് ഗോപി എത്തുന്ന ഈ ചിത്രത്തിൽ ലാലേട്ടനും ഒരു കാമിയോ വേഷം കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. നമ്മളും അത് പങ്കുവച്ചിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ലാലേട്ടൻ ഈ സിനിമയിൽ നിന്നും പിന്മാറിയിരിക്കുന്നു. L366 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിൽ വിദേശ രാജ്യത്ത് വെച്ച് നടക്കുന്ന ഒറ്റക്കൊമ്പന്റെ ഷൂട്ടിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിനാലാണ് ലാലേട്ടൻ ഈ ചിത്രത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം ലാലേട്ടന് പകരം മറ്റൊരു സൂപ്പർ താരത്തെ ആ കഥാപാത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഒറ്റക്കൊമ്പൻ ടീം. ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഒറ്റക്കൊമ്പന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എത്രയും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തും. പിന്നെ ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിവരുന്ന സിനിമകളുടെ കളക്ഷനും ബഡ്ജറ്റും വെർഡിക്റ്റും ഒന്ന് പരിശോധിക്കാം. അജിത് നായകനെ റീ റിലീസിനെത്തിയ മങ്കാത്ത എന്ന ചിത്രത്തിന്റെ 2 ദിവസത്തെ റീ റിലീസ് കളക്ഷൻ എന്നത് 2 ദിവസങ്ങൾ കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും മാത്രം 7,19,00,000 രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 25 ലക്ഷം രൂപയും, ഓവർസീസിൽ നിന്നും 91 ലക്ഷം രൂപയും സ്വന്തമാക്കിയ മങ്കാത്തയുടെ 2 ദിവസത്തെ ടോട്ടൽ റീ റിലീസ് കളക്ഷൻ 8,82,00,000 രൂപയാണ്. ജീവനായകനായിട്ട് എത്തിയ തലൈവർ തമ്പിത്തലമ്പയിൽ എന്ന ചിത്രത്തിന്റെ 10 ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 10 ദിവസങ്ങൾ കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും മാത്രം 23,67,00,000 രൂപയും, ലോകമെമ്പാട് നിന്നും 30,12,00,000 രൂപയുമാണ് ഈ സിനിമയ്ക്ക് ലഭ്യമായിട്ടുള്ളത്. 10 കോടി രൂപ മാത്രം ബഡ്ജറ്റ് കണക്കാക്കുന്ന TTT എന്ന ഈ സിനിമ തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് സ്വന്തമാക്കി കഴിഞ്ഞു. പരാശക്തി എന്ന ചിത്രത്തിന്റെ 15 ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 15 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ 54,52,00,000 രൂപ, വേൾഡ് വൈഡ് കളക്ഷൻ 86,69,00,000 രൂപ. 150 കോടി രൂപ ബഡ്ജറ്റിൽ തയ്യാറായ പരാശക്തി തിയേറ്ററുകളിൽ ഡിസാസ്റ്ററായി മാറിക്കഴിഞ്ഞു. നിവിൻ പോളി നായകനായി തിയേറ്ററുകളിലേക്ക് എത്തിയ ബേബി ഗേൾ എന്ന സിനിമയുടെ 2 ദിവസത്തെ കേരള കളക്ഷൻ 1,28,00,000 രൂപയും, വേൾഡ് വൈഡ് കളക്ഷൻ 1,82,00,000 രൂപയുമാണ്. 14 കോടി രൂപ ബഡ്ജറ്റിലെത്തിയ ബേബി ഗേൾ കനത്ത പരാജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബോളിവുഡിൽ നിന്നും റിലീസിനെത്തിയ ബോർഡർ 2 എന്ന സിനിമയുടെ 2 ദിവസത്തെ ഡീറ്റെയിൽഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 2 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നിന്നും മാത്രം 80,20,00,000 രൂപയും, വേൾഡ് വൈഡ് ഗ്രോസായി 92,82,00,000 രൂപയുമാണ് ബോർഡർ 2 2 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത്. 210 കോടി രൂപയാണ് ഈ ചിത്രത്തിന്റെ ടോട്ടൽ ബഡ്ജറ്റ്. ചിത്രത്തിന് മികച്ചൊരു കളക്ഷൻ ലഭിക്കുന്നു എന്ന് തന്നെ പറയണം. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അദ്വൈത് നായർ സംവിധാനം ചെയ്ത ചത്ത പച്ച എന്ന സിനിമയുടെ ആദ്യ 3 ദിവസത്തെ ഡീറ്റെയിൽഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 3 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാട് നിന്നും 20,15,00,000 രൂപ ചത്ത പച്ച സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒരു പോസ്റ്റർ മുഖേന മൂവി ടീം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അത് വെറും തള്ളു മാത്രമാണ്. കൃത്യമായ 3 ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 3 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 7,58,00,000 രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 1,53,00,000 രൂപയും, ഓവർസീസിൽ നിന്നും 7,12,00,000 രൂപയും നേടിയെടുത്ത പച്ചയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 16,23,00,000 രൂപയാണ്. 12,50,00,000 രൂപ ബഡ്ജറ്റ് കണക്കാക്കുന്ന ഈ ചിത്രം തിയേറ്ററുകളിൽ വിജയമാകണമെങ്കിൽ 25 കോടി രൂപയെങ്കിലും കളക്ഷനായി നേടിയേ തീരൂ. നിലവിലെ ട്രെൻഡ് വെച്ച് നാളെയോടെ ചിത്രം ഹിറ്റ് സ്റ്റാറ്റസ് ഉറപ്പിക്കാനാണ് സാധ്യത. RJ ബാലാജിയുടെ സംവിധാനത്തിൽ സൂര്യ നായകനാവുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ കറുപ്പ്. സൂര്യക്കൊപ്പം തൃഷ, അനഘ മായ രവി, സ്വാസിക, ഇന്ദ്രൻസ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന ഏപ്രിൽ മാസം 10-ാം തീയതി തമിഴ് പുതുവർഷത്തോടനുബന്ധിച്ച് കറുപ്പ് റിലീസിനെത്തിക്കാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നത്. 140 കോടി രൂപ ബഡ്ജറ്റിൽ ഡ്രീം വാരിയർ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന കറുപ്പിന്റെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ബിയാൻ വിഷ്ണു സംവിധാനം ചെയ്യാനിരിക്കുന്ന പറക്കും പപ്പൻ എന്ന സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നിലവിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. മിന്നൽ മുരളിക്ക് ശേഷം മലയാളത്തിൽ നിന്നും വരാനിരിക്കുന്ന മറ്റൊരു സൂപ്പർ ഹീറോ ചിത്രമെന്ന പ്രത്യേകതയും പറക്കും പപ്പനുണ്ട്. ഒരു ഗ്രാമത്തിലെ സാധാരണക്കാരനായ പപ്പൻ എന്ന വ്യക്തിക്ക് പറക്കാനുള്ള കഴിവ് ലഭിക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തമായി അറിയാൻ സാധിച്ചിട്ടുള്ളത്. ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് റാഫിയും. ഈ വരുന്ന ഫെബ്രുവരി മാസം അവസാനത്തോടെ പറക്കും പപ്പന്റെ ചിത്രീകരണം ആരംഭിക്കും. മമ്മൂക്ക, ലാലേട്ടൻ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്തു വരുന്ന പാട്രിയറ്റ് എന്ന സിനിമയുടെ ക്യാരക്ടർ ലുക്ക് പോസ്റ്ററുകൾ ഇന്ന് പുറത്തുവിട്ടിരുന്നു. ലാലേട്ടന്റെ ഒഴിച്ച് ഓൾമോസ്റ്റ് എല്ലാവരുടെയും പോസ്റ്ററുകൾ പുറത്തു വന്നിട്ടുണ്ട്. പാട്രിയറ്റിന്റെ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം എടുത്തു പറയാൻ തോന്നുന്നു. ആട് 3 എന്ന സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റേഴ്സിന്റെ ഇടയിൽ പാട്രിയറ്റിന്റെ പോസ്റ്റേഴ്സ് വന്നത് ആരും തന്നെ അറിഞ്ഞിട്ടില്ലെന്ന് വേണം പറയാൻ. നിലവിൽ ഇത്രയധികം അപ്ഡേറ്റുകൾ വന്നെങ്കിൽ പോലും ചിത്രത്തിന് വേണ്ട രീതിയിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുമില്ല. എന്തായാലും നാളെ രാവിലെ 10:10
മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടി ചിത്രത്തിന്റേതായി വരുന്നുണ്ട്. അതിലൂടെയെങ്കിലും സിനിമയ്ക്ക് ഹൈപ്പ് ലഭിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. വരുന്ന ഏപ്രിൽ 23-നാണ് പാട്രിയറ്റ് റിലീസിനെത്തുക. ജയസൂര്യയെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ആട് 3-യുടെ ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തുവരികയും അത് സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി മാറുകയും ചെയ്തിരുന്നു. മുമ്പൊരിക്കൽ സംവിധായകൻ മിഥുൻ മാനുവൽ പറഞ്ഞതുപോലെ തന്നെ ഒരു എപ്പിക് ഫാന്റസി ജോണറിലാണ് സിനിമയുടെ പ്രമേയം അവതരിപ്പിക്കുന്നത് എന്ന സൂചനയും ഈ ഒരു പോസ്റ്ററുകൾ സമ്മാനിക്കുന്നുണ്ട്. വരുന്ന മാർച്ച് മാസം 19-ാം തീയതി ആട് 3 തിയേറ്ററുകളിലേക്ക് എത്തും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മലയാളം സിനിമയുടെ പരിചിതമായ ഒരു ഫ്രെയിമാണ്. ഇത് ഏത് സിനിമയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അതൊന്ന് കമന്റായി രേഖപ്പെടുത്തുക. കൃത്യമായ ഉത്തരം ആദ്യം കമന്റ് ചെയ്യുന്ന 5 പേരെ അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കും.